ഹലോ. അപ്പം ഞങ്ങൾ വാഴാനി ഡാം കാണാനായിട്ട് പ്ലാൻ ചെയ്തൊരു ദിവസം രാവിലെ തന്നെ ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിയിലാണ് നമ്മൾ മുമ്പ് പോയിട്ടുണ്ട് ഒരു ചെപ്പാറ റോക്ക് ഗാർഡൻ വേണ്ടി ഞാനൊരു ഷോർട്സൊക്കെ ഇട്ടിരുന്നു. ഒരുപാട് പേര് കണ്ട് സന്തോഷം. ആ സ്ഥലമൊക്കെ നല്ലതാണെന്നൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അത് വഴി ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ പോയ കാരണം കൊണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി. ഞങ്ങൾ മുമ്പ് പോയപ്പോൾ 11 മണിയായപ്പോഴാണ് എത്തിയിരുന്നത്. അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. ഇപ്പോൾ 9 മണിക്കാണ് എത്തിയത്. എന്നാലും വെയിലുണ്ട്, എന്നാലും നമുക്ക് സഹിക്കാവുന്നൊരു വെയിലുള്ളൂ. പിന്നെ അത് ഇങ്ങനെ ഇത്തിരി മുകളിലായ കാരണം ചൂട് അല്പം കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ വീണ്ടും എടുത്ത് അങ്ങനെ പതുക്കെ. അപ്പം നമ്മൾ ഇവിടെ കാണുന്ന ഈ കുളം പോലെയുള്ള ഭാഗത്തേക്കൊന്നും അന്ന് പോയിരുന്നില്ല, കാരണം ഭയങ്കര വെയിലായ കാരണം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടി കറങ്ങി വേഗം ഇറങ്ങിപ്പോയി. പക്ഷേ ഇന്നിപ്പോൾ ഇത്തിരി നേരത്തെ വന്ന കാരണം കുറച്ച് നേരം ഒന്ന് കറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇനി വാഴാനി ഡാമിലേക്ക് വേഗം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ആ ഒരു മയിലിനെ കണ്ടു. ഇത് വീട്ടിൽ ഞങ്ങളുടെ അവിടെ എപ്പോഴും മയിൽ വരാറുണ്ട്, പക്ഷെ അത് പെൺമയിലാണ്, ഇങ്ങനെ പീലിയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെ ആൺമയിലിനെ ഞങ്ങൾ ഇങ്ങനെ കാണാറില്ല വഴിയിൽ പോകുമ്പോട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ വാഴാനി ഡാമിലേക്ക് പോവാണ്. അപ്പോൾ കുറേ വീഡിയോസൊക്കെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ എടുത്തിരുന്നു. ഷോർട്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അങ്ങനെ ഞങ്ങൾ വാഴാനി ഡാമിലെത്തി. അവിടെ എൻട്രി ഫീ 20 രൂപയാണ് അങ്ങോട്ടാണ്. കാറിനും വേറെ കൊടുക്കണം 20 രൂപ. അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ഊഞ്ഞാലുകൾ, വലിയ വലിയ മരങ്ങളുടെ ഓരോ സൈഡുകളിലും ഊഞ്ഞാലുകൾ ഇങ്ങനെ ഇട്ടുണ്ടായി. അപ്പോൾ അതൊരു പ്രത്യേക ഒരു നൊസ്റ്റാൾജിയ ആയിരുന്നു. കുറേ നാളുകളായി ഇങ്ങനെ നമുക്ക് എപ്പോഴും എല്ലായിടത്തും കുട്ടികൾക്ക് ആടുന്ന ഊഞ്ഞാലല്ലേ കാണാറുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഒന്ന് ഊഞ്ഞാലാടാൻ ഒരു കൊതി തോന്നാറില്ലേ. അപ്പോൾ ഞാനപ്പോൾ കുറേ ഇഷ്ടം മാറുവോളം ഞാൻ ഒരുപാട് സമയം ഇരുന്ന് ഊഞ്ഞാലാടിയിട്ട്. നമ്മളെവിടെ ചെന്നാലും കുട്ടികൾ കളിക്കുമ്പോൾ അതിങ്ങനെ അവരെ ഇങ്ങനെ നോക്കും, കുട്ടികളായിട്ട് നിന്ന് നമ്മുടെ നേരം പോകുള്ളൂ. അപ്പോൾ നമുക്കും വലിയവർക്കും ഇതുപോലെ കളിക്കാനും പാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. അപ്പോൾ നമുക്ക് മക്കളും കളിക്കുന്നു, നമ്മളും കളിക്കുന്നു. നമ്മുടെ വലിയ ശരീരത്തിനുള്ളിൽ കൊച്ചു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കൊക്കെ ഉണ്ടായി എന്ത് രസമായിരിക്കില്ലേ. അങ്ങനെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി ഞങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്തു. അപ്പോൾ ഡാമിൻ്റെ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് അവിടെ അത്യാവശ്യം കാണാനായിട്ട് ഈ ഒരു ഭാഗം തന്നെയുള്ളൂ. വെള്ളത്തിൻ്റെ ഇതൊക്കെ കാണാം. നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അധികം നേരമൊന്നും കറങ്ങിയില്ല. എനിക്കാണെങ്കിൽ വെയിലടിച്ച് തിരിച്ച് തലവേദനയൊക്കെ എടുത്ത് തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ വെയിലുള്ള ഭാഗത്തു നിന്ന് തണലുള്ളടത്തേക്ക് പോകാം വിചാരിച്ച് വേഗത്തിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളവിടെ നിന്ന് അതൊക്കെ. ഇതിൻ്റെ താഴെ ഒരു പാർക്കൊക്കെ ഉണ്ട് കുട്ടികളുടെ. പക്ഷെ അതിൽ കളിക്കാൻ പോകുന്നത് വൈകുന്നേര സമയങ്ങളിൽ തന്നെയാണ് വരുന്നത് നല്ലത്. ഞങ്ങളിപ്പോൾ രാവിലെ ഇറങ്ങി കാരണം ഇപ്പോൾ 11 മണിയൊക്കെ ആയി, നല്ല വെയിലുള്ള സമയമായി. ഇപ്പോൾ കുറച്ച് മരങ്ങളുടെ ഇടകൂടെയൊക്കെ ഞങ്ങൾ നടന്നത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഊഞ്ഞാലാണ് ഇവിടെ മെയിനായിട്ട് ഞാൻ കണ്ടൊരു സാധനം. കുട്ടികളുടെ പാർക്കുണ്ട് അവിടെ, കുഴപ്പമില്ല, നല്ല മെയിൻറ്റെയിനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഗാർഡൻ ഉണ്ട്. അത് ഗാർഡനിൽ ചില സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കട്ടൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ചില ഭാഗങ്ങളൊക്കെ വെറുതെ കാട് പിടിച്ച് ഇങ്ങനെ മരങ്ങളൊക്കെ ഉണങ്ങി ഒരു നോട്ടമൊന്നും ഇല്ലാത്ത പോലെയൊക്കെയാണ് കിടക്കണത്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കുറേ ഇങ്ങനെ നടന്നു. അപ്പോൾ കണ്ടോ, അവരിവിടെ ബുഷിൽ വാഴാനി ഡാമെന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുട്ടികളുടെ പാർക്ക്. നല്ല വെയിലായിരുന്നു, എന്നാലും അവൾക്ക് അവിടെ പോയി കളിക്കണം എന്ന് പറഞ്ഞ് അവളവിടെ പോയപ്പോൾ ഞങ്ങളിവിടെ തള്ളത്തിരിക്കുക. കുട്ടികൾക്ക് വെയിലൊക്കെ എന്താണല്ലേ. അങ്ങനെ അതേ സാധാരണ ഒഴുകണത് കറക്റ്റ് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കാരണം ഇരിക്കാൻ പറ്റുന്നില്ല, അവൾക്ക് പൊള്ളണു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ കുഴലിൻ്റെ ഉള്ളിൽ കൂടെ വിടാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ ഉണ്ടായേ, ആ കൈ അവളിങ്ങനെ സൈഡിൽ വെച്ച് നല്ല ചൂടായിരുന്നില്ലേ, 2 സൈഡിലെ കൈയിൻ്റെ സൈഡും ഇങ്ങനെ പെയിൻറ്റ് പോയി, 2 കൈൻ്റെയും പെയിൻറ്റ് പോയി. കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ കരച്ചിലൊക്കെ കഴിഞ്ഞ് കൈ രണ്ടും നിർത്താൻ പറ്റാണ്ട് ഇങ്ങനെ ഈ സോംബികൾ നടക്കുന്ന പോലെ നടക്കുന്നത്. ഇത് കണ്ടോ, ഇത്രയും പൊട്ടി. അപ്പോൾ നല്ല നീറ്റലുണ്ട്, നല്ല നീറലുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കുളമൊക്കെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും അത്ര മെയിൻറ്റെയിനിങ് ഒന്നും ഇല്ല. പിന്നെ അത് അവിടെ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. എനിക്ക് ആകെ ഇഷ്ടമായത് ഈ ഊഞ്ഞാലാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇറങ്ങുന്നതിന് മുൻപ് ഊഞ്ഞാലുമ്മ കയറി. അവിടെ ഒരു തണലുള്ള മരത്തിൻ്റെ ചുവട്ടിലൊരു ഊഞ്ഞാലുണ്ടായിരുന്നു. അവിടെ ഒരുപാട് സമയം ഞങ്ങളിരുന്ന് ഊഞ്ഞാലാടി. അധികം ആളുകളൊന്നും ഇല്ല, ചിലപ്പോൾ ഈ സമയമായതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഈവനിങ്ങിൽ ഇവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ ഒരുപാട് സമയം ഊഞ്ഞാലാടി മതിയായപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങി.
കണ്ട കുറച്ച് കാറുകളുള്ളൂ. പിന്നെ ബൈക്കിൻ്റെ പാർക്കിങ് വേറെ ലെഫ്റ്റ് സൈഡിലാണ്. അവിടെ ബൈക്കുകൾ കുറച്ച് വന്നിട്ടുണ്ട്, കുറേ കപ്പിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വാഴാനി ഡാം യാത്ര. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. കൈ പൊട്ടിയതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.